അൻപോട് കൺമണി എന്നുള്ള മലയാള സിനിമ കാണാനായിട്ട് വനിത സ്ക്രീൻ വണ്ണിൽ വന്ന് നേരിട്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. കൊച്ചിയിലെ PX-ലും ഐമാക്സിന് ശേഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിയേറ്ററാണ് വനിത സ്ക്രീൻ വൺ. ഇവിടെ ഡെപ്ത് ക്യൂവിന്റെ 3D മോഡുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അൻപോട് കൺമണി എന്നുള്ള സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. തൊട്ടടുത്ത ഷോയ്ക്ക് എനിക്കൊരു സിനിമ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി വീഡിയോ എടുക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ പടം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഇത് മിക്കവാറും ഫാമിലി ഓഡിയൻസാണ് കൂടുതൽ ഏറ്റെടുക്കാൻ ചാൻസ് എന്നാണ് എനിക്ക് ഫീൽ ആയത്. ചെറുപ്പക്കാർക്ക് ഈ സിനിമ എത്രത്തോളം കണക്റ്റ് ആവും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ നമ്മളിവിടെ നാട്ടിൽ പൊതുവേ നമ്മുടെ നെയ്ബറിങ് വീടുകളിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊതുവേ കാണുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരിങ്ങനെ അനുഭവിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പൊതുവേ ആളുകളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം കാണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു സിനിമ അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് 2 പേരാണ്. ഒന്ന് അർജുന അശോകനും, രണ്ടാമത്തത് നമ്മുടെ വാശി എന്നുള്ള സിനിമയും തിങ്കളാഴ്ച നിശ്ചയത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അനഘ എന്നുള്ള നടിയാണ്. 2 പേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറിയ സിനിമയാണ്. ഞാൻ പറയില്ല ഇതൊരു തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ സിനിമ ഈസ് ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്റർ. അതുകൊണ്ട് വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് അവർക്ക് വലിയ സഹായമാവും. അങ്ങനെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും നല്ലൊരു സിനിമയായിട്ട് ഞാൻ ഫീൽ ചെയ്തു. പക്ഷേ അതിഗംഭീര പടമൊന്നും അങ്ങനെ ഒന്നും ഞാൻ പറയില്ല. കഴിഞ്ഞ കൊല്ലം ഇതുപോലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇത് കണ്ടപ്പോഴേക്കും. വിശേഷം എന്നുള്ള പേരിലൊരു സിനിമ ഉണ്ടായിരുന്നു. അത് പിന്നെ വന്ധ്യത അങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ വേറെ ട്രീറ്റ്മെൻറ്റ് പരിപാടി, വേറൊരു വശം കാണിച്ചു തന്നൊരു സിനിമയാണ്. ഇതങ്ങനെയല്ല. ഇത് എങ്ങനെ നമുക്കത് തരണം ചെയ്യാം, എങ്ങനെ നമുക്കത് വളരെ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെ മുന്നോട്ട് പോവാം, അങ്ങനെ രീതിയിലുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ കുറേ നാളുകളായിട്ട് കുട്ടികളില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ട്. കുട്ടികൾ ആവുമ്പോൾ ആവട്ടെ, കുട്ടികളായില്ലെങ്കിൽ കുഴപ്പമില്ല, കുട്ടികളായേ പറ്റുള്ളൂ, അങ്ങനത്തെ രീതിയിലുള്ള പലതരം ആളുകളുണ്ട്. അപ്പോൾ പലരും ഈ സിനിമ പല രീതിയിലേക്ക് കൺസീവ് ചെയ്യുന്നത്. എൻ്റെ തോട്ടാവണമെന്നില്ല നിങ്ങളുടെ. പക്ഷേ ഞാൻ പറയുന്നത് കുറേ പേർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രസമുണ്ടായിരുന്നു, കണ്ടിരിക്കാൻ നല്ല രസമൊക്കെ ആയിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു മൂവിയായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഈ സിനിമ കണ്ടുമ്പോഴേക്കും വലിയൊരു ആശ്വാസമായിരിക്കാം. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ആയത്. സരിൻ എന്ന് പറഞ്ഞൊരു മച്ചാനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിലെ പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള സൂതിങ് ആയിട്ടുള്ള സോങ്സ് ആയിരുന്നു. ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്. തീരത്തേതോ പാട്ട് പാടിയേക്കണ, വാവ് പാട്ട് പാടിയേക്കണ പുള്ളിക്കാരുടെ പേര് എന്തായിരുന്നു, നമ്മുടെ റിയാലിറ്റി ഷോയിലൊക്കെയുള്ള പുള്ളിക്കാരി ഇതിനകത്ത് പാടിയിട്ടുണ്ട്. ഹരിചരനാണെന്നുകൊണ്ട് കുറേ പേര് പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ നല്ല സൂതിങ് ആയിട്ടുള്ള നല്ല മെലോഡിയസ് ആയിട്ടുള്ള കുറേ സോങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ക്യാമറ വർക്ക് പലയിടങ്ങളും നല്ല രസം, നല്ല ബുക്കേ എഫക്റ്റിൽ കുറേ നല്ല നല്ല ഷോട്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും ഒരു വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിലുള്ള ഒരു സിനിമയായിരുന്നുകൊണ്ട് അപ്പോൾ അവർക്ക് പറ്റുന്നത് അവർ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ച് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ ചുറ്റുപാടുമുള്ള ആൾക്കാർ, പരിസരം, അവിടെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സിൻ്റെ ആക്ടിങ്ങൊക്കെ എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ വേറെ മച്ചാനുണ്ട്, കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത്, നമ്മുടെ സുഡാനിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മച്ചാനുണ്ട്. പുള്ളിയുടെ റോള് നല്ല രസമുള്ള റോളായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ബിടെക്കിൻ്റെയൊക്കെ സംവിധായകൻ ആയിട്ടുള്ള മൃദുൽ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ റോളും രസമുള്ള റോളായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കഥ നടക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തലശ്ശേരി, മലപ്പുറം അങ്ങനത്തെ ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ കാണിക്കുക. മലബാർ ഏരിയയാണ്. അവരുടെ സ്ലാങ് പിടിച്ചുള്ള സംസാരം അതൊക്കെ നന്നായിട്ടുണ്ട്. ഒരാൾ പോലും എനിക്ക് മോശമായിട്ട് അഭിനയിച്ചതായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ട് സ്ലാങ് മറന്ന് സംസാരിച്ചിട്ടോ ഒന്നും എനിക്ക് ഫീൽ ആയില്ല കേട്ടോ. അതൊക്കെ എനിക്ക് വളരെ പ്ലസ് ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഈ സിനിമയുടെ. അപ്പോൾ ഒരു ചെറിയ പടം, അങ്ങനെയാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. അപ്പോൾ സിനിമ ഓൾറെഡി കണ്ടവരാണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. എനിക്ക് എന്ത് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ അത് മാത്രം ഞാൻ ഇവിടെ പറയുന്നു. എന്തായാലും ഞാൻ വീട്ടിൽ ചെന്ന് വീഡിയോ എടുക്കാത്ത കാരണം എന്ന് വെച്ചാൽ എനിക്ക് തൊട്ടടുത്ത സമയത്ത് തന്നെ എനിക്ക് വേറൊരു സിനിമ ഷോ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി വീഡിയോ എടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ഷോ ചിലപ്പോൾ മിസ്സായി പോകും. ഇന്നാണെങ്കിൽ വേറൊരു ഷോ ഈ സിനിമയ്ക്കുള്ളത് വളരെ വൈകിട്ടാണ്. രാത്രിയാണെങ്കിൽ എനിക്ക് ഐമാക്സിൽ ഷോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷോ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ ചിലപ്പോൾ ഇന്ന് കാണാൻ പറ്റിയില്ല എന്നൊക്കെ വരും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എനിക്കറിയാം വോളിയം അല്ലെങ്കിൽ എൻ്റെ ഓഡിയോ ഒന്നും ഇത്ര ക്ലിയർ ആയിരിക്കില്ല ചിലപ്പോൾ. എന്തായാലും
വേറെ വഴിയില്ല, നിവൃത്തിയില്ല. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ശരി, ഞാൻ അടുത്ത പടത്തിന് പോട്ടെ. അപ്പോൾ ഈ സിനിമ എനിക്ക് ഇങ്ങനെയാണ് അനുഭവപ്പെട്ടത്. ഒരു നല്ല ചെറിയ ഒരു സിനിമ. ഇത്രേ ഉള്ളൂ. ബൈ ബൈ.